തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മെൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. USA, കാനഡ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ, ഇന്ത്യൻസിനെ, മറ്റ് പല രാജ്യക്കാരെയും അവിടെ നിന്ന് കയറ്റി വിടുന്നു. അത് മോശമായിട്ട് നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ കയറി പോകുന്നവരെ ഇനി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ഇതിലൊക്കെ ഡിസ്കഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൽ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. അത് മറ്റ് ഈ സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പലപ്പോഴും ഈ ബാൻഡിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടും വന്നിട്ട് ഇവരവിടെ ഓവർ സ്റ്റേ ചെയ്ത് ഇവർ തിരിച്ചു പോകാതെ ഇവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളഞ്ഞിട്ട് ഇവർ ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിൽ കാശ് മേടിക്കുന്ന തരം ജോലികൾക്ക് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ രാജ്യങ്ങളിൽ. ഇവർ വളരെ വലിയൊരു എമൗണ്ടൊക്കെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ തരം ഏജൻസിന് കൊടുത്തിട്ടാണ് അവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ധാരണയിലൊക്കെ വരുന്നത് തന്നെ. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ USA പോലെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെയുള്ളവരെ താമസിപ്പിക്കാനുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റർ അടക്കം അവർക്ക് ഫുഡ് അടക്കം എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഈ ഒരു വലിയ വിഭാഗത്തിന് തിരിച്ച് വിടുകയാണ്. ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ മറ്റ് ജോലികൾക്ക് പുറത്ത് പോയി ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ഒരു എമൗണ്ട് നാട്ടിലയക്കുകയും അവരവിടെ അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ വളരെ തുച്ഛമായ സാലറിക്കാണ് പല ജോലികളും അവിടെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്ക് അവരോടുള്ള അവിടെ ഈ വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ആളുകളോടുള്ള താല്പര്യം കുറയുകയാണ്. പൊതുവെ ഇവർ അവിടുത്തെ ഒരു വർക്ക് വിസ ഇല്ലാത്തയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ഏതെങ്കിലും ലീഗലി ചേഞ്ച് ചെയ്യാനുള്ള വിസ ഇല്ലാത്ത ആളുകളാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. US-ലാണെങ്കിലും കാനഡയിലാണെങ്കിലും UK-ലാണെങ്കിലും. അപ്പോൾ ഇവർക്ക് നോർമലി അവരുടെ നാട്ടിലെ ഒരു ഹോസ്റ്റൽ സിറ്റുവേഷൻ ആയ കാരണം ഇവർക്ക് ഫ്രീ ആയിട്ട് ഫുഡും അക്കോമഡേഷനും കൊടുത്ത് ഇവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും തീരുമ്പോൾ ഇവരെ കയറ്റിവിടാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇവരെ എല്ലാം അവിടെ ഈ ഒരു ഫെസിലിറ്റീസ് കൊടുത്ത് അവിടെ താമസിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് യൂറോപ്യൻ യൂണിയനിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ നേഷൻസിൻ്റെയും മറ്റ് പല ഡെവലപ്ഡ് കൺട്രീസിൻ്റെയും ഒരു പോളിസിയാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഹ്യൂമൻ ലൈഫ് സിറ്റുവേഷൻ വളരെ മോശമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരികയാണെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ എല്ലാ രാജ്യങ്ങളുടെയും പോളിസിയായിരുന്നു. ഈ റീസെൻ്റ്ലി ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്നും ആളുകൾ അങ്ങോട്ട് പോയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ എമൗണ്ട് ആളുകളാണ് വളരെ കുറഞ്ഞ സമയത്ത് അവിടെ ചെന്ന് കയറിയത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു സിസ്റ്റമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം തന്നെ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ഇവർ തമ്മിൽ പല ക്ലാഷുകളും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പുറത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ ആ നാട്ടുകാരെ ഒരുപാട് ഇൻസെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ വന്നവരെ തിരിച്ചു പറഞ്ഞു വിടണം എന്നുള്ള ഒരു കാര്യം പറയാൻ തുടങ്ങി. ഇവർക്ക് ജോലിക്ക് പോകേണ്ട എന്ന് മാത്രമല്ല ഇവരുടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നടക്കണം. അപ്പം അവിടുത്തെ രാജ്യത്ത് എല്ലാ ദിവസവും ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളുടെ ടാക്സിൽ നിന്നും എടുക്കുന്ന എമൗണ്ടാണ് ഇത്രയും വലിയൊരു വാസ്റ്റ് ഗ്രൂപ്പിന് അവർക്ക് എല്ലാ രീതിയിലും സ്പെൻഡ് ചെയ്യണം. നോർമലി സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾക്ക് തോന്നില്ല ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അതിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നും. പിന്നെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞ് വരുന്ന ഇതേപോലെ അഭയം തേടി വരുന്ന പലവരും അത്ര സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. അവരവരുടെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഒരു അപ്പ് ചെയ്തെടുക്കാൻ രീതിയിലുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാനുള്ള ഇല്ല എന്നുള്ളതും ഇതിൽ വേറൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് വന്നതിന് ശേഷം ഇവരുടെ ഗ്രൂപ്പും കാര്യങ്ങളും അവരുടേതായ പല ആക്ടിവിറ്റീസും സ്ട്രീറ്റിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന പരിപാടികളെല്ലാം തുടങ്ങിയതും ഇത് വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് പലപ്പോഴും ശീലമില്ലാത്ത പല രീതിയിലുള്ള പ്രതിഷേധവും പ്രകടനവും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങിയപ്പോൾ ഒബ്വിയസ്ലി ആ നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ടെൻഷൻ ആവാൻ തുടങ്ങി. അവിടെ മലയാളീസ് അങ്ങനെ ഒരുപാട് കയറിപ്പോയി അവിടെ ഒരു കപ്പലുകൾ ചെയ്തിരിക്കുന്നവർ ഓരോ പോർട്ടിലെത്തി കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് പിന്നെ കംപ്ലീറ്റ്ലി അബ്സ്കോണ്ടിങ് ആവുന്നു. അതേപോലെ അങ്ങനെയുള്ള പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് നോർമലി ഇവർക്ക് അക്കോമഡേഷൻ കിട്ടാൻ വലിയ പാടാണ്. കാരണം പ്രോപ്പർ പ്രൂഫ് ഓഫ് സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ ഹിസ്റ്ററി എന്താണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റേയും ഇതൊക്കെ കൊടുക്കാനായിട്ട് ആളുകൾ പൊതുവെ ഒന്ന് മടിക്കും. രണ്ടാമത്തെ കാര്യം, മെഡിക്കൽ കണ്ടീഷൻസ് വന്നാൽ സീരിയസ് ആയിട്ടുള്ള US-ൽ മെഡിക്കൽ കണ്ടീഷൻസിന് ഇവർക്ക് കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കാമായിരുന്നു. കയ്യിൽ നിന്ന് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും ഇവർക്ക് ഒരു രീതിയിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടില്ല.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇവർ ചിലപ്പോൾ പ്രൈവറ്റ് ഡോക്ടേഴ്സ് പോലെയുള്ളവരൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന എമൗണ്ട് വളരെ ഹൈ ആണ്. ഗവൺമെൻറ് ഇപ്പോൾ NHS പോലെയുള്ള ഒരു സർവീസിൽ ഇവർക്ക് പോയിട്ട് ബെനിഫിറ്റ്സ് മേടിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ഒരു ഇഷ്യൂസ് ഇവർ ഫേസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എംപ്ലോയീസിനെ കിട്ടാൻ വലിയ പാടാണ്. എംപ്ലോയീസിനെ കിട്ടിയാൽ തന്നെ എംപ്ലോയീസ് ഇവർക്ക് കൊടുക്കുന്ന സാലറിയിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ ജോലി അവിടെയുള്ള ഒരാൾ ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ സാലറിയിൽ വേണം ഇവർ പലപ്പോഴും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ കയറി വരാൻ വേണ്ടി ഇവർ മുടക്കിയിരിക്കുന്ന എമൗണ്ട് അതിൽ കൂടുതൽ എത്രയോ ഉണ്ടാക്കിയാലാണ് ഇവർക്ക് തിരിച്ചു പോകുമ്പോൾ ഇവർ ആഗ്രഹിച്ച പോലത്തെ ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. കിട്ടുന്നതൊക്കെ നാട്ടിലോട്ട് അയച്ചു കൊടുക്കാം, നാട്ടിൽ ചെന്ന് എന്തെങ്കിലും സെറ്റിൽ ആവാം എന്നുള്ള ഒരു കാര്യം മാത്രമേ നടക്കുള്ളൂ. ഇതിൽ എനിക്ക് പരിചയമുള്ളൊരു മലയാളിയുടെ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ പറയാം. ആള് തിരുവനന്തപുരംകാരനായിരുന്നു. പുള്ളി ഏകദേശം ഒരു 4-5 കൊല്ലം മുമ്പ് അവിടെ ഇതേപോലെ ഏതൊരു മ്യൂസിക് ബാൻഡിൻ്റെ കൂടെ വന്ന് ചാടിപ്പോയതായിരുന്നു. ആളുടെ ഒരു പല്ലിന് കേടുണ്ടായിരുന്നു. ഈ പല്ല് കൊണ്ടുപോയി കാണിക്കാനോ മാറ്റാനോ ആൾക്ക് പറ്റുന്നില്ല. കാരണം ആള് ഓൾറെഡി ഇല്ലീഗലാണ്, വേറെ ഒരു കാര്യമില്ല. പുള്ളി രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാ ദിവസവും ജോലിക്ക് പോകും. ഒരു ഞായറാഴ്ച പോലും അവധി എടുക്കാതെ പുള്ളി എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ പോകും, രാത്രി ഒരു 8 മണിയാകുമ്പോൾ വരും. ഒരു നേരത്തെ ഭക്ഷണം കണ്ട് ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടും. ബാക്കിയുള്ളതെല്ലാം പുള്ളി ഇവിടുന്ന് കുക്ക് ചെയ്ത് പിടിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ മിസറബിൾ ലൈഫായിരുന്നു. ആ ഒരു പല്ല് വേദന വന്നിട്ട് ആ പല്ല് ഡോക്ടറിൻ്റെ അടുത്ത് കളയാൻ വേണ്ടി ഇതുപോലെ പ്രൈവറ്റ് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ പറഞ്ഞ ചാർജ് കേട്ടിട്ട് പുള്ളിക്ക് ഒരു മാസം പുള്ളിക്ക് കൂടെ കിട്ടുന്ന എമൗണ്ട് കൊടുക്കണം, ആ പല്ലൊന്ന് എടുത്ത് കൊടുത്ത് ഇത് ശരിയാക്കണമെങ്കിൽ എന്ന് അയാൾ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ഏകദേശം കൂടി ഇല്ല. അപ്പം ഇതൊക്കെയാണ് പലപ്പോഴും ഇവിടുന്ന് ഇല്ലീഗലായിട്ട് കയറി പോകുന്നവരുടെ പലരുടെ സാഹചര്യങ്ങൾ. ഇവർക്ക് ലീവില്ല, ഓഫില്ല, മര്യാദയ്ക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. ഈ നാട്ടിൽ ഇവിടെ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നത് ഈ പല്ലുവേദന പറഞ്ഞ ചേട്ടൻ്റെ കേസ് ഞാൻ പറയാം. അന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ താമസിക്കുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, എൻ്റെ 2 മക്കളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, വൈഫ് സ്വിഫ്റ്റ് കാർ മേടിച്ചു, ഇപ്പോൾ വൈഫ് സ്വിഫ്റ്റ് കാറിലാണ് നടക്കല്, വൈഫ് ലൈസൻസ് എടുത്തു എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. കാരണം പുള്ളി അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം, വളരെ ചെറിയ റൂമിൽ എല്ലാ ദിവസവും പണിക്ക് പോകുന്ന ഒരു മനുഷ്യൻ, പ്രോപ്പർ മെഡിക്കേഷൻ പോലും എടുക്കാൻ പറ്റാത്ത ഒരാൾ. ഇനി പിന്നീട് പുള്ളിക്ക് ഇനി ഇത് തിരിച്ചു പോക്കുണ്ടോ, തിരിച്ചു പോയാലും പുള്ളിയുടെ സാഹചര്യം എന്താണ് എന്നുള്ളതൊന്നും ആളപ്പം ചിന്തിക്കണില്ല. അപ്പം പോവുകയാണെങ്കിൽ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളോട് പോവുകയാണെങ്കിൽ ഇത്തരം ഉടായ്പ വിസകളൊക്കെ പിടിച്ച് പോവാതിരിക്കുക, പ്രോപ്പറായിട്ടുള്ള ചാനലിൽ പോവുക. അന്ന് എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് കയറിപ്പോയ പല ആളുകളെയും ഇന്ന് USA തിരിച്ചു വിടുകയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ ഉടായ്പ പരിപാടികളിലൊക്കെ ചെന്ന് പെട്ട് നിങ്ങൾ കയറിപ്പോയി നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പണ്ടൊരിക്കലും യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ UK USA പോലെ കൺട്രികളിൽ നിന്നും തിരിച്ചു കയറ്റി വിടുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കേട്ടുകളിൽ പോലും ഇല്ലാത്ത പരിപാടികളായിരുന്നു. പക്ഷെ ഇന്ന് അതും സംഭവിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തിരിച്ച് കയറ്റി വിടുന്ന ഒരു സാഹചര്യം വരെ എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ വലിയൊരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ കയറി പോകുമ്പോൾ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ചാടി നിൽക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ രാജ്യങ്ങളും മാറി തുടങ്ങി. അപ്പം അതിനനുസരിച്ചുള്ള നിയമമാറ്റങ്ങൾ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകാൻ ആഗ്രഹമുണ്ട്, ശ്രമിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായ മാർഗ്ഗങ്ങളിൽ അവിടെ എത്താൻ നോക്കുക. ഈ പറഞ്ഞ 20-30 ലക്ഷമൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ്, നിങ്ങൾക്ക് അത്രയും കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ബിസിനസ് തുടങ്ങി നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ രാജ്യത്ത് പോയിട്ട് നിങ്ങൾ ഒരിക്കലും രാജ്യത്ത് നമ്മുടെ നാട്ടിൽ മെഴ്സീഡീസ് ബെൻസും BMW ഒന്നും മേടിച്ചു കൊടുത്തു നടക്കാൻ പോകുള്ളൂ. അതിന് മാത്രം കാശ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു രാജ്യത്തു നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുള്ളൂ. അവിടെ അങ്ങനെ വെറുതെ കാശ് അടിച്ച് വെക്കണ ഒരു മെഷീനോ മരമോ ഒന്നും അവിടെ ഇല്ല. നിങ്ങൾ അധ്വാനിച്ചാലേ അവിടെയും ജീവിക്കാൻ പറ്റുള്ളൂ. ആയിട്ട് അവിടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാളും കുറേ ബെറ്റർ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ഒറ്റ സുപ്രഭാതം കൊണ്ട് കോടീശ്വരനാവാം, നിങ്ങൾക്ക് ലക്ഷങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണ ഓർത്ത് ആരെങ്കിലുമൊക്കെ പറയണേ കേട്ട് ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ കൊടുത്ത് നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ സെപ്റ്റംബർ 2025 ഇന്ത്യക്ക് അഡ്മിഷൻസ് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഏത് കൺട്രി നോക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും പ്ലീസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.